നമസ്കാരം. എല്ലാവർക്കും ആദ്യം തന്നെ നന്മ നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഇത്തവണ നമുക്കറിയാം 27 നക്ഷത്രങ്ങളുള്ളതിൽ 17 നക്ഷത്രക്കാർക്ക് രാജയോഗ സമാന കാലഘട്ടമാണ് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഈ ഒരു വർഷക്കാലം പ്രദാനം ചെയ്യാനായി പോകുന്നത്. ജ്യോതിഷം എന്നത് വെറുമൊരു പ്രവചനമല്ല, അതൊരു വഴികാട്ടി കൂടിയാണ്. അപ്പോൾ ആകാശത്തെ ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതത്തിലും ധാരാളം മാറ്റങ്ങൾ വന്നു ചേരും. നമ്മൾ 2026 കടന്നു. ഈ ഒരു ഗ്രഹനില പരിശോധിച്ചപ്പോൾ, ഈ ഒരു വർഷത്തിൻ്റെ ഗ്രഹനില പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അത്ഭുതകരമായ മാറ്റങ്ങളാണ് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. വ്യാഴവും ശനി, രാഹു, കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ എല്ലാം ചേർന്ന് രാജയോഗമാണ് നൽകാൻ പോകുന്നത് 17 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ കാലം എന്ന ആ ഒരു മഹാപ്രവാഹം നമ്മളെ മറ്റൊരു തീരത്തേക്കാണ്, ഈ ഒരു സൂര്യോദയം മുതൽ 2026 എന്ന തീരത്തേക്കാണ് എത്തിച്ചിരിക്കുന്നത്. 2025 പിന്നിട്ട് നമ്മൾ 2026 എത്തി. അപ്പോൾ പുതിയ പ്രതീക്ഷകൾ, പുതിയ മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ കാലം നമുക്കായി കാത്തുവച്ചിരിക്കുന്നു. ആ ഭാഗ്യശാലികളായ 17 നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ഒഴുകുന്ന ഈ കാലത്തിനൊപ്പം നീന്തുവാൻ ചില സമയങ്ങളിൽ നമുക്ക് ഒഴുക്ക് കൂടി അനുകൂലമായി വരേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഭാഗ്യം അഥവാ ഈശ്വരാധീനം എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന 17 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം, ഈശ്വരാധീനം ഇതൊക്കെയും അനുകൂലമാകുന്ന മറ്റൊരു വർഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്ന് സൂര്യോദയം മുതൽ, അതായത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 2026 എന്ന പുതുവർഷത്തിൽ ഭാഗ്യവും ഈശ്വരാധീനവും ഒക്കെ ചേർന്ന് ജീവിതം സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞ ഒരു മഹോത്സവം പോലെ ആഘോഷിക്കുവാൻ സാധിക്കുന്ന 17 നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഈ വ്യാഴമാറ്റമാണ് ഈ 17 നക്ഷത്രക്കാർക്കും ഗുണകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത്. വ്യാഴമാറ്റം മാത്രമല്ല, ശനിമാറ്റവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 17 നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹമായി മാറുകയാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും 2026 ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ പല ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങളിനി മറന്നേക്കും. അതൊക്കെ കഴിഞ്ഞു, പുതിയൊരു തീരത്തേക്ക് നിങ്ങൾ വന്നണഞ്ഞിരിക്കുന്നു. എന്താണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്? ആ 17 ഭാഗ്യശാലി നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ജീവിതത്തിൽ നിലവിലുണ്ടായിരുന്ന സർവ്വവിധ തടസ്സങ്ങളും മാറി തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലബ്ധി, വിവാഹം വൈകി നിൽക്കുന്നവരാണെങ്കിൽ ഉത്തമ മംഗള കർമ്മ യോഗം, കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നവർക്കാണെങ്കിൽ കടബാധ്യതകൾ വീട്ടുവാനുള്ള ഭാഗ്യം, അങ്ങനെ സമസ്ത മേഖലകളിലും ഉണർവ് നൽകുന്ന ഒരു വർഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഭാഗ്യം കൂടി അനുകൂലമായി വരുമ്പോൾ ഈശ്വരാധീനം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ക്ഷേത്ര ദർശനങ്ങൾ, പ്രാർത്ഥനകൾ, വഴിപാടുകൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഭാഗ്യം അനുകൂലമായി വരുമ്പോൾ അതിനെ മുതലെടുക്കുകയോ അഹങ്കാരമൊന്നും കാണിക്കുകയോ ചെയ്യാതിരിക്കുക. വീണ്ടും കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോയാൽ ആ ഭാഗ്യം കൂടുതലായി എപ്പോഴും നിങ്ങൾക്ക് തുടർന്നുള്ള വർഷങ്ങളിലും തുണയായി വരുന്നതാണ്. അപ്പോൾ ആ 17 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ 2026 അശ്വതി നക്ഷത്രത്തിന് ഉയർച്ചയുടെ കാലം തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്ക് അയവ് വരുന്ന വർഷമാണ് ഈ 2026. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറും. അതായത് പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്കും ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്കും 2026 ഭാഗ്യപൂർത്തീകരണത്തിൻ്റെ വർഷം തന്നെയാണ്. ധനപരമായ കാര്യങ്ങളിലൊക്കെ അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരികയും ആരോഗ്യപരമായ അല്പം ശ്രദ്ധിക്കണമെന്നത് ഒന്ന് മനസ്സിലാക്കുക. ചെറിയ അസുഖങ്ങളാണെങ്കിലും വച്ചുകൊണ്ടിരിക്കാതെ വൈദ്യസഹായം തേടുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ധാരാളം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വർഷം കൂടിയായതിനാൽ കണ്ണി തട്ടേണ്ടത് പുരികത്ത് തട്ടിപ്പോയിക്കോളൂ. അതുകൊണ്ടൊന്നും പേടിക്കേണ്ട. എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ഉദാസീനത കാണിക്കരുത്. രണ്ടാമത് രോഹിണി നക്ഷത്രമാണ്. ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി. നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു പുതുവാഹനമൊക്കെ വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. സ്വന്തമായി വീട് വയ്ക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും. കുടുംബത്തിൽ സമാധാനം കൈവരുന്നതാണ്. ഭർത്താവിനോ ഭാര്യയ്ക്കോ ഒക്കെ ഉദ്യോഗ കയറ്റം, അല്ലെങ്കിൽ ഉദ്യോഗമില്ലാതിരിക്കുന്നവർക്ക് ഉദ്യോഗ ലബ്ധി ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ 2026.
അടുത്തത് മകയിരമാണ് നക്ഷത്രം. മകയിര നക്ഷത്രക്കാർക്ക് തർക്കങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. 2026 നിങ്ങൾക്ക് തൊടുന്നതൊക്കെയും പൊന്നായി മാറും. ഭാഗ്യം, ലാഭം എന്നിവ ധാരാളമായി വർദ്ധിക്കും. പണ്ടെങ്ങോ കൊടുത്തിട്ട് കിട്ടില്ലെന്ന് കരുതിയ പണം വരെ തിരികെ ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്ക, ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ആശങ്കകളൊക്കെ മാറി സന്തോഷം മക്കൾ നിമിത്തം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണിത്. അടുത്ത നക്ഷത്രം പുണർദമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രം കൂടിയാണ് പുണർദം. ഇവർക്ക് 2026 സമാധാനത്തിൻ്റെ വർഷമാണ്. പഴയ കടബാധ്യതകളൊക്കെ തീർക്കാൻ ഭാഗ്യം അല്ലെങ്കിൽ വഴികൾ തെളിയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടാകുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്നതായ അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഒക്കെ മാറി കൂടുതൽ ദമ്പതികൾക്കിടയിൽ അടുപ്പം വന്നു ചേരുന്ന വർഷം കൂടിയാണിത്. ഇനി അഞ്ചാമത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രം ബൃഹസ്പതിയുടെ നക്ഷത്രമാണ് പൂയം. ഇത്തവണ 2026 പൂയം നക്ഷത്രക്കാർക്ക് വിദ്യ കൊണ്ട് നേട്ടമാണ്. അപ്പോൾ പഠിച്ചൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകും. അവിവാഹിതർക്ക് നല്ല ആലോചനകളൊക്കെ വരികയും അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുകയും ചെയ്യുന്ന വർഷമായിരിക്കും. ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ധാരാളം ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് പൂയം നക്ഷത്രത്തിനും. അടുത്തത് ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ഉറപ്പാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. അപ്പോൾ അതിനുള്ള അനുകൂലമായ ഉത്തരവുകളൊക്കെ ലഭിക്കും. പിതൃസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, എന്തെങ്കിലും കേസ് വഴക്ക് വക്കാണമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുകയും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. സമൂഹത്തിൽ മാന്യതയും ചില സ്ഥാനമാനങ്ങളും വർദ്ധിക്കും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്രക്കാർക്ക് 2026 അതായത് ഈ ഒരു വർഷം പുതിയ തുടക്കത്തിൻ്റെ സമയമാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിലും ധൈര്യമായി മുന്നോട്ട് പോകാവുന്നതാണ്. ശത്രുക്കൾ വരെ മിത്രങ്ങളായി മാറി സ്നേഹാദരവുകളോട് കൂടി നിങ്ങൾക്കൊപ്പം വരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ഉണ്ടായിരുന്നതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും. അടുത്തത് ചോതിയാണ് നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് വിദേശ യാത്രയ്ക്കുള്ള യോഗമുണ്ടാകുന്ന വർഷമാണ് 2026. IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ശമ്പള വർധനവോടുകൂടി ഒരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയ പ്രണയം വിവാഹ ബന്ധത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഭാഗ്യം തുണയായി കൂടെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണിത്. ഇനി അനിഴമാണ് അടുത്ത നക്ഷത്രം. അനിഴ നക്ഷത്രക്കാർക്ക് 2026 സാമ്പത്തികമായ ഒരു ഭദ്രത, ഒരു കെട്ടുറപ്പുണ്ടാകുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ നല്ല വിളവെടുപ്പുണ്ടാകുന്ന ഒരു വർഷമാണ്. കുടുംബത്തോടൊപ്പം ചില തീർത്ഥയാത്രകളൊക്കെ നടത്താനും ആ യാത്രകൾ കൊണ്ട് ഉദ്ദേശിച്ച ഗുണം ലഭിക്കുവാനുമുള്ള ഭാഗ്യവും യോഗവും ഉണ്ടാകുന്നുണ്ട്. അടുത്തത് തൃക്കേട്ടയാണ് നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ ബുധൻ്റെ നക്ഷത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തി കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അഭിഭാഷകർ, അധ്യാപകർ, എഴുത്ത് അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തിയൊക്കെ വന്നു ചേരും. പഴയ ചില സുഹൃത്തുക്കളെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാനും അവരിലൂടെ ചില പുതിയ അറിവുകൾ, ചില പുതിയ ജീവിത മാർഗങ്ങൾ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുവാൻ അല്ലെങ്കിൽ തുറന്നു വരാനൊക്കെയുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഇനി മൂലം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ 2026 മൂലം നക്ഷത്രത്തിന് ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കണമെങ്കിൽ നമ്മുടെ കഴിവ് മാത്രം പോരാ, ദൈവാധീനം വേണം. അത് നിങ്ങൾക്ക് ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഭാഗ്യവും 2026 എന്ന ഈ ഒരു വർഷത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നനുഗ്രഹിക്കുന്നതാണ്. അടുത്തത് ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു വർഷമാണിത്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പദവികളൊക്കെ ലഭിക്കുന്നതാണ്. ആരോഗ്യവും വളരെയധികം തൃപ്തികരമായി മുന്നോട്ട് പോകുന്ന ഒരു വർഷമാണിത്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഭൂമി വാങ്ങാനോ വീട് പണിയാനോ ഉള്ള യോഗം തെളിയുന്ന സമയം. ഒരുപാട് നാളുകൾ കൊണ്ട് അല്പം ഭൂമി പോലും സ്വന്തമായി ഇല്ല എന്ന വിഷമം നിങ്ങൾക്ക് ഈ ഒരു വർഷത്തോടു കൂടി മാറി കിട്ടും. ദീർഘനാളുകളെ അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് വരെ ശമനമുണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യം വരെ മെച്ചപ്പെട്ട് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നൊരു വർഷം. അടുത്തത് അവിട്ടമാണ് നക്ഷത്രം.
അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 ധനസമ്പാദനത്തിന് ഏറ്റവും ഉചിതമായ വർഷമാണ്. പല കോണുകളിൽ നിന്നും പല രീതിയിൽ ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. നിക്ഷേപങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കും. കലാകായിക മത്സരങ്ങളിൽ വലിയ വിജയം പ്രതീക്ഷിക്കാം. സഹോദരങ്ങളിൽ നിന്ന് വരെ പിണങ്ങിയിരുന്ന സഹോദരങ്ങളിൽ നിന്ന് വരെ സ്നേഹവും ചില സഹായങ്ങളുമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും 2026 നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അടുത്തത് ചതയമാണ് നക്ഷത്രം. ചതയ നക്ഷത്രക്കാർക്ക് വിദേശത്ത് സ്ഥിര താമസത്തോടു കൂടിയുള്ള ജോലിക്ക് യോഗം കാണുന്നുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഡോക്ടറേറ്റ് പോലുള്ള ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാൻ ചതയ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഭാഗ്യമുണ്ടാകുന്നുണ്ട്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ വിദേശവുമായി ബന്ധപ്പെട്ട് കേൾക്കുവാനുള്ള ഒരു യോഗവും ഭാഗ്യവും ഉണ്ടാകുന്ന വർഷമാണ് 2026. ഇനി 16ാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഈ പട്ടികയിൽ 16ാമത്തെ നക്ഷത്രമായി വരുന്ന ഉത്രട്ടാതിക്ക് ആത്മീയമായ കാര്യങ്ങളിൽ വലിയൊരു മാറ്റം, ഒരു ജ്ഞാനമൊക്കെ പെട്ടെന്ന് തന്നെ വന്നു ചേരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത്. മാനസികമായി സമാധാനമുണ്ടാകും. മക്കളുടെ വിവാഹം ആർഭാടമായി നടത്താനൊക്കെ സാധിക്കില്ല എന്ന് ഓർത്ത് വിഷമിച്ചിരുന്ന ഒരു മാതാവോ പിതാവോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ വിഷമം മാറുന്നതാണ്. സാമ്പത്തികമായി ഒരു അല്പം അച്ചടക്കം പാലിക്കാൻ, അതായത് ധനം ധാരാളമായി കയ്യിലേക്ക് വരുമ്പോൾ ദൂരത്തിലേക്കൊന്നും പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. സമ്പാദ്യം, അതായത് എപ്പോഴും ഒരു സേവിങ്സ് ഉണ്ടായിരിക്കേണ്ടതാണ്. അത്രത്തോളം ഒരു കുത്തൊഴുക്കോടുകൂടി ധനം കയ്യിലേക്ക് വരാൻ ഭാഗ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ധനം അനാവശ്യമായി ചിലവഴിക്കാതിരിക്കുക. അങ്ങനെ ചിലവഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ അനുഭവിച്ചു വന്ന കഷ്ടപ്പാടുകൾ ഇടയ്ക്കൊന്ന് മനസ്സിലോർത്താൽ മതി. ദൂരത്തിലേക്കോ അല്ലെങ്കിൽ അനാവശ്യ ചിലവുകളിലേക്കോ പോകാതിരിക്കും മനസ്സ്. 17ാമത്തെ നക്ഷത്രമായി രേവതിയാണ്. അവസാനമായി ഉള്ളൊരു 17 ഭാഗ്യ നക്ഷത്രം കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. അവസാനമല്ല, ഈ നക്ഷത്രമാണ് ഇതിൽ ഏറ്റവും ഭാഗ്യമെന്ന് തന്നെ പറയാവുന്നതാണ്. അത്രത്തോളം വിജയം രേവതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് വിപുലീകരിക്കാനുള്ളൊരു ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പുതിയ ചില സൗഹൃദങ്ങളൊക്കെ വലിയധികം മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. 2026 രേവതി നക്ഷത്രക്കാർക്ക് വളരെ കൊടിവെച്ച് വാഴുന്നതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേ ഒരു വർഷം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ നല്ലതും മറ്റുള്ളവർ മോശമൊന്നുമെന്നും അങ്ങനെ ആരും കരുതരുത്. ഭാഗ്യം അല്പം അധികരിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏത് നക്ഷത്രമായാലും ഭാഗ്യം അനുകൂലമാണെന്ന് പറഞ്ഞാലും കഠിനമായി അധ്വാനിക്കുക, അല്ലാതെ വെറുതെ ഇരുന്നാൽ ഭാഗ്യം വരികയില്ല. പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയും ഭഗവാൻ കുബേരനും ഒക്കെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ കഠിനമായി വിയർപ്പൊഴുക്കി കഷ്ടപ്പെടുന്നവരിലേക്ക് മാത്രമേ ധനമായി അവർ ചൊരിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏവരും പ്രാർത്ഥിക്കുക, വിനയത്തോടു കൂടി മുന്നോട്ട് പോവുക. വല്ലപ്പോഴുമൊക്കെ പാവങ്ങൾ, അതായത് ബുദ്ധിമുട്ടുന്ന അന്നത്തിനും വസ്ത്രത്തിനും പഠനോപകരണങ്ങൾക്കായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ലോകങ്ങളിൽ. അപ്പോൾ അവർക്ക് നിങ്ങളാൽ കഴിയുന്ന ചില സഹായങ്ങളൊക്കെ കൊടുക്കുക. നിത്യവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി മനസ്സോടുകൂടി നാമം ജപിക്കുകയും നിങ്ങളുടെ കുലദൈവത്തെ മറക്കാതിരിക്കുക. പ്രത്യേകിച്ച് കുലദൈവ പ്രീതി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗുണങ്ങളും നമ്മളിലേക്ക് എത്തി നോക്കുക പോലുമില്ല, ഗ്രഹങ്ങൾ എത്ര അനുകൂലമായാലും. അതുകൊണ്ട് തന്നെ കുലദൈവ പ്രീതി വരുത്തുക, മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കുക. അവരുടെ അനുഗ്രഹമാണ് നമ്മൾ മക്കളുടെ രക്ഷാകവചം എന്നതുകൂടി മനസ്സിലാക്കി ധൈര്യമായി മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കെന്നല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും വളരെയധികം ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. നന്ദി.